എൻ്റെ പൊന്നാര ചങ്ങാതിമാരെ, നിങ്ങളൊരു കമന്റ് വന്നിരിക്കുന്നത് കണ്ടില്ലേ? നീയൊക്കെ 2047 ഇസ്ലാം രാജ്യം ഉണ്ടാക്കാൻ നടക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ചെയ്യുക? എൻ്റെ പൊന്നാര ചങ്ങാതി, ഞാൻ നിന്നോട് തൊഴുതിട്ട് പറയാണ്, ഞാനൊക്കെ സൈഡ് വഴി കൂടെ ജീവിച്ചു പോകുന്ന ആളാണ്. പിന്നെ ഞാൻ നിന്നോട് ഒരു കാര്യം, നിനക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ, നീ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നീ ചിന്തിച്ചാൽ മതി, ആരാണ് ഇവിടെ രാജ്യം ഉണ്ടാക്കാൻ നടക്കുന്നത്. വേറെ ഒന്നും വേണ്ട. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആര് വേണമെങ്കിൽ ഫേസ്ബുക്കിൽ ഇസ്ലാം രാജ്യം എന്ന് അടിച്ചു നോക്കൂ, ഒരു പേജോ ഒരു ഗ്രൂപ്പോ വരില്ല. അതേസമയം രാമരാജ്യം എന്ന് മാത്രം അടിച്ചാൽ മതി, ഒരു 100 ഗ്രൂപ്പ്, ഒരു 100 പേജ് വരും. അതിലൊക്കെ അവിടുത്തെ ഹൈന്ദവരായ ആൾക്കാരെ അതിൽ കൊണ്ട് നിർത്തിയിട്ട് മാക്സിമം മുസ്ലിങ്ങൾക്കെതിരെ വിടാൻ വേണ്ടിയിട്ട് അവർ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചെയ്തോ, നിങ്ങളുടെ പരിപാടികൾ ചെയ്തോ, ഞങ്ങളൊന്നിനും വരുന്നില്ല. ഞങ്ങൾ സൈഡ് വഴി കൂടെ ജീവിച്ച് പോയിക്കോട്ടെ. കാരണം ഇവിടെ നരേന്ദ്രമോദി ഭരണത്തിൽ വന്ന പിന്നെ ഇവിടെ മുസ്ലിങ്ങളെ തന്നെ പേടിച്ചിരിക്കുക. കാരണം വല്ല പൗരത്വം പിടിക്കിവിടും, വല്ല പൗരത്വം പിടിക്കിവിടും എന്നുള്ളത് ആകെ ടെൻഷനിൽ അവിടെ ഒന്നാമത്തെ നിൽക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് രാജ്യം ഉണ്ടാക്കാൻ നടക്കുന്നത്. നിങ്ങൾ രാജ്യം ഉണ്ടാക്കിക്കോ, നമ്മളൊന്നും തടസ്സപ്പെട്ടിട്ടില്ല. അതൊക്കെ നടക്കുന്നത് അതത് വഴി കൂടെ അങ്ങനെ പൊയ്ക്കോളും, ഒരു കുഴപ്പമില്ല. ദയവ് ചെയ്തിട്ട് ഇവിടുത്തെ പാവപ്പെട്ട ഹൈന്ദവരെ നീ പറഞ്ഞു പറ്റിച്ചോ, കുത്തിത്തിരിപ്പുണ്ടായിക്കോ, മുസ്ലിങ്ങൾക്കെതിരെ നീ വിട്ടോ. പക്ഷെ നമ്മുടെ പേജിൽ വന്ന് ഇങ്ങനത്തെ കമൻറ്റൊന്നും അടിക്കില്ല. പിന്നെ ഇവിടെയുള്ള 80% ഹൈന്ദവരായ ആൾക്കാർ ഒരു പരിധി നല്ല ആൾക്കാരായതുകൊണ്ടാണ് ഇവിടെ വെറും 20% ആൾക്കാർ കുഴപ്പമില്ലാതെ ജീവിച്ചു പോകുന്നത് മുസ്ലിങ്ങൾ. അത് അവരുടെ മനസ്സ് നല്ലതായതുകൊണ്ടാണ്. നിന്നെപ്പോലുള്ള ആൾക്കാരാണ് അവരിലേക്ക് വിഷം കുത്തിവെച്ച് ഈ പറയുന്ന മുസ്ലിങ്ങളെ എല്ലാം എതിരാളിയാക്കി വേറൊരു തട്ടിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രവർത്തനമാണ് നിങ്ങൾ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെയ്തോ, ദയവ് ചെയ്തിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അങ്ങനെയൊന്നും അടിക്കല്ലേ. നമ്മളെല്ലാം വളരെ കൃത്യമായിട്ട് ഇവിടെ ഹൈന്ദവരായ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവരും ഇങ്ങോട്ടും അതുപോലെ സ്നേഹിച്ച് പോകുന്നുണ്ട്. നിന്നെ പോലെയുള്ള ചില ഊച്ചാളികൾ മാത്രമാണ് എന്ത് ചെയ്യുന്നു, കുത്തിത്തിരിപ്പും വിഷമവും കുത്തി ഇങ്ങനെ വരുന്നത്. ദയവ് ചെയ്തിട്ട് നമ്മൾ വിട്ട് 2047 ഇസ്ലാം രാജ്യം ഉണ്ടാക്കാൻ നടക്കുന്നത് എന്താ? ഇതൊക്കെ ആരും ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് പറയാം പ്രിയ സുഹൃത്തുക്കളെ.